ശ്രീ ഇത് റെജി ലൂക്കോസ്, ഇപ്പൊ ഗുണ്ടകൾക്ക് ഈ ഓപ്പറേഷൻ പ്രോത്സാഹനം. ആഗ് എന്നുള്ളത് പോലീസ് വ്യാപകമായി നടത്താനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങിയാൽ ഈ നട്ടുച്ച സമയത്തൊക്കെയാണ് വെട്ടിക്കൊലയുടെ വാർത്തകൾ പലയിടത്തും തലസ്ഥാനത്ത് നിന്നുൾപ്പെടെ വരുന്നു. അങ്ങനെ പല തരത്തിലേക്കുള്ള ക്രിമിനൽ പ്രവൃത്തികളുടെ ഇടമായി നമ്മുടെ നാട് മാറുന്നു എന്ന സംശയം ഉയർന്നപ്പോഴാണ് ഗുണ്ടകൾക്ക് എതിരെ വ്യാപക നടപടിയുമായി പോലീസ് എത്തുന്നു. ഓപ്പറേഷൻ ആഗ്, അതിൽ ഗുണ്ടകളെ വലയിലാക്കുന്ന കണക്കൊക്കെ നമ്മൾ പുറത്തുവിട്ടതാണ്. പക്ഷേ ഈ ഇത്തരത്തിലേക്ക് ഓപ്പറേഷൻ ആഗ് നടക്കുമ്പോൾ തന്നെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരം ഗുണ്ടകളുമായി ബന്ധം വച്ചു പുലർത്തുന്നു എന്ന് പറയുമ്പോൾ ഈ നടപടികളുടെയൊക്കെ വിശ്വാസ്യത എവിടെയാണ് ശ്രീ റെജി ലൂക്കോസ്? ഇല്ല, നടപടികൾക്ക് വിശ്വാസ്യത കുറയത്തില്ല രുചി. അതിന് കാരണം പറയാം. ഇപ്പൊ തന്നെ കേരളത്തില് ഏതാണ്ട് 1000-ന് മുകളിൽ തന്നെ ഗുണ്ടകളെ അകത്താക്കി കഴിഞ്ഞു. ഇപ്പൊ ഈ ഗുണ്ട ഈ പിന്നെ ആഗെന്ന് പറയുന്ന പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ആ നടപടിയിലൂടെ നിരവധി പേരെ എല്ലാ ജില്ലകളിലും പിന്നെ അവരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. തന്നെയല്ല, പോലീസിന്റെ ജാഗ്രതയുടെ ഏറ്റവും ഒരു തെളിവ് പറയാം. ഈ അങ്കമാലിയിൽ ഈ പറയുന്ന ഗുണ്ടയുടെ വീട്ടിൽ ആ, ഈ പറയുന്ന സർക്കാർ നടക്കുന്നത് അറിഞ്ഞുകൊണ്ട് രഹസ്യവിവരം കിട്ടിയതിനനുസരിച്ച് അങ്കമാലിയിൽ സബ് ഇൻസ്പെക്ടറാണ് ആ വീട് റെയ്ഡ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ പോലീസിന്റെ ഒരു ജാഗ്രതയാണ്. ഇപ്പൊ ഇതുപോലത്തെയുള്ള ലജ്ജാകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ പിന്നെ അവിടെ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായതും അതും പോലീസിന്റെ ഒരു ജാഗ്രത തന്നെ. നമ്മൾ അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അതായത് ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം സത്യത്തിൽ നാണക്കേടായി പോയത് കേട്ടപ്പോ. കാരണം കേരളം പോലെ ഒരു പരിധിവരെ ലോകത്തിന് തന്നെ മാതൃകയായ പോലീസുകാരെ നമ്മുടെ പോലീസുകാരെ എന്ന് പറഞ്ഞത്. എത്ര മിടുമിടുക്കന്മാരായ മനുഷ്യസ്നേഹികളായ സാമൂഹിക പ്രതിനിധികളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ സംഘമാണ് 55,000-ഓളം വരുന്ന കേരളത്തിലെ പോലീസുകാരെ എന്ന് പറയുന്നത്. ഇത്തരം ചില അഴുക്കുകളെ, ഇത്തരം ചില വിഴുപ്പ് പാണ്ഡങ്ങളെ അപൂർവമായിട്ട് ഈ പോലീസുകാരനെ ഉള്ളത് സ്വാഭാവികമായിട്ട് അനുജയുടെ ചോദ്യത്തിനോട് ഞാനും പിന്തുണ തരുവാണ്. ഇതുപോലെയുള്ളവരാണ് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ സംശയത്തിന്റെ നിഴലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ കൈകാര്യം ചെയ്യണം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇത്തരം സ്വഭാവ ദൂഷ്യമുള്ളവരെയും രോഗമർദ്ദനത്തിന്റെ ആശാന്മാരായിട്ടുള്ള 18ഓളം ഉദ്യോഗസ്ഥരെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പിരിച്ചുവിട്ടിട്ടുണ്ട്. 52 പേർക്ക്. ഇത് 3 പക്ഷേ മാസം ഇവിടെ മുമ്പുള്ള ശ്രീ കണക്കാ. ആന്റണി, ഇദ്ദേഹം ഈ ഉദ്യോഗസ്ഥന്റെ പൂർവ്വ ചരിത്രം എന്താണ്? അത് പരിശോധിച്ചാൽ ഇതിനു മുൻപ് പലതരത്തിൽ നടപടികൾക്ക് വിധേയനായിട്ടുള്ളയാളാണ്. തട്ടേക്കാട് CI ആയിരുന്ന സമയത്ത് വിദേശികളുടെ മരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ആരോപണ വിധേയനായിരുന്നു. അതുപോലെ CPIM നേതാവ് ഷാനവാസ് ലഹരി കടത്തിയതുമായി ബന്ധപ്പെട്ട് അതിൽ റിപ്പോർട്ട് നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. പക്ഷേ റിപ്പോർട്ട് നൽകിയത് വലിയ വിവാദമായി മാറി. നമ്മളൊക്കെ ഇത് വാർത്തയാക്കിയതാണ്. ഷാനവാസിന് അനുകൂലമായി റിപ്പോർട്ട് നൽകി. ഇങ്ങനെ പലതരത്തിൽ ഇദ്ദേഹം ആരോപണ വിധേയനായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഒരു ഉദ്യോഗസ്ഥനാണ് ക്രൈംബ്രാഞ്ച് DYSP ആയി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ സർവീസിൽ നിന്ന് വിരമിക്കാൻ ഏതാനും ദിവസം മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരുന്നു എന്നുള്ളതും അതിൻ്റെ കൂടി പരിണിത ഫലം എന്ത് എന്നതുകൂടിയല്ലേ ഇന്നത്തെ ഈ സംഭവം വ്യക്തമാക്കി തരുന്നത്? അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. ഇത്തരം ഉദ്യോഗസ്ഥർ അവരുടെ സർവീസ് പൂർത്തീകരിക്കുന്നത് ഭംഗിയായിട്ടായിരിക്കില്ല എന്നുള്ള ഒരു തെളിവ് കൂടിയാണിത്. പോലീസ് എന്ന് പറയുന്നത് സത്യമുള്ള ഒരു സംവിധാനമാണ്. കാരണം നമ്മൾ നിയമവും അതനുസരിച്ചുള്ള കാര്യങ്ങളും കൃത്യമായും സത്യസന്ധവുമായി ചെയ്യേണ്ടതാണ്. അതിനല്ല എങ്കിൽ അതിനൊരു മറുപടി എപ്പോഴെങ്കിലും കിട്ടും. ഇനി വിരമിക്കാൻ ഇയാൾ സുഖകരമായിട്ടോ അല്ലെങ്കിൽ വിജയകരമായിട്ടോ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടോ വിരമിച്ചു പോകേണ്ടതായിരുന്ന ഒരാളാണ് ഈ 3 ദിവസത്തിനകം ഇങ്ങനൊരു പ്രശ്നത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ ഇതിനു മുമ്പ് അങ്ങനെയുള്ള ചെയ്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെ അയാളെ പറ്റി അങ്ങനെയുള്ള ആക്ഷേപങ്ങളോ അയാൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കാളിയായിരുന്നോ എങ്കിലും അയാൾക്കുള്ള ഒരു മറുപടിയായിട്ട് തന്നെയാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. ഈ കാര്യത്തിൽ 3 ദിവസമേ ഉള്ളൂ എന്നുള്ളതല്ല. ഗവൺമെന്റ് ഇതിനകത്ത് ശക്തമായ നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഇതിൽ ഇടപെടുകയും അതിനനുസരിച്ചുള്ള നടപടി മാതൃകാപരമായിട്ട് എടുക്കുമെന്നും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ റെജി ലൂക്കോസ്, തമ്മനം ഫൈസൽ എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ്, അയാൾക്ക് ഒരു കൂസലുമില്ല. കാരണം ഇത്തരത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായൊക്കെ അയാൾക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ എന്ത് ഓപ്പറേഷൻ ആകെ എവിടെ നടന്നാലും തന്നെ അതൊന്നും ബാധിക്കില്ല എന്ന കൂസലില്ലായ്മ കൂടി ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. സംസ്ഥാന വ്യാപകമായി പരിശോധന നടക്കുമ്പോഴാണ് ഇങ്ങനെ സൽക്കാരം നടത്തുന്നത്. തീർച്ചയായിട്ടും അത് അത്ഭുതകരമായ ഒരു സംഭവം. ഞാൻ പറഞ്ഞല്ലോ, ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയെ, ഒരു സേനയുടെ ഇച്ഛാശക്തിയെ, ക്രമസമാധാനം പാലിക്കാനായിട്ട് എടുക്കുന്ന നടപടികളെ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥർ തുരങ്കം വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇത്തരക്കാരെ സ്വഭാവദൂഷ്യമുള്ളവരെ പിരിച്ചുവിടാനായിട്ടുള്ള നിയമം ഈ പോലീസ് മാനുവലിനകത്തുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് മറ്റൊരു സർക്കാരും ചെയ്യാത്ത രീതിയിൽ 18ഓളം ഉദ്യോഗസ്ഥർ, അതിൽ സബ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, DYSP ഉണ്ട്, മറ്റു പോലീസുകാരുണ്ട്, പിരിച്ചുവിടുകയും 52 പേർക്ക് 3 മാസം മുമ്പുള്ള കണക്കിൽ 52 പേർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് പിരിച്ചുവിടലിന് മുന്നോടിയായിട്ടുള്ളത്. അപ്പൊ ഇവരെ പോലുള്ളവർക്ക് ഇപ്പൊ ആന്റണി സാർ പറഞ്ഞ പോലെ ഈ ഉദ്യോഗസ്ഥന്റെ ഇനി ഒരു ആനുകൂല്യം നൽകാൻ പാടില്ല. അയാൾക്ക് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. എന്റെ അറിവും മനീഷ് റിപ്പോർട്ട് ചെയ്തതും ശരിയാണെന്നുണ്ടെങ്കിൽ
സർക്കാർ അതീവ ഗൗരവമായിട്ട് തന്നെയാണ് അല്ല എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ എന്താ ആനുകൂല്യം? ഈ പെൻഷൻ നടപടി പെൻഷൻ അത് തടഞ്ഞു വയ്ക്കുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ട് അതങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ തുടക്കത്തിൽ നടപടി എടുക്കാത്തത് എന്ന് പോലും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇതുവരെ പല കാര്യങ്ങളിൽ പ്രതിക്കൂട്ടിലായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയി വിരമിക്കുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇനി എന്ത് ആനുകൂല്യത്തിന്റെ കാര്യമാണ് പറയുന്നത്? അല്ല, ആനുകൂല്യം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അവർക്ക് പെൻഷൻ ഉണ്ട്, അവർക്ക് അവരുടെ പ്രോഡമുണ്ട്. അല്ല, അതുകൊണ്ടാണ് അത് തടയരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ തുടക്കത്തിൽ ഇപ്പൊ നടപടി എടുക്കാതെ വിട്ടത്. മറ്റു 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ഇദ്ദേഹത്തിന്റെ പേര് പോലും അവിടെ പരാമർശിക്കാതെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അല്ല, അങ്ങനെ ഒരിക്കലും അല്ല. കാരണം വെച്ചാൽ അടിയന്തരമായിട്ട് തന്നെ പ്രാദേശിക തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എടുക്കാവുന്ന രീതിയിലുള്ള 2 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, അത് ഒരു CPO ഒരു ഡ്രൈവറും എടുത്തു കഴിഞ്ഞു. മറ്റത് മുകളിലേക്ക് തന്നെ റൂറൽ SP-യുടെ ശുപാർശ DGP-ക്ക് എത്തുന്നു. DGP അയക്കെതിരെ നടപടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അയാളെ ഒരു തരത്തിൽ പോലും രക്ഷപ്പെടുന്ന സമീപനം പോലീസ് സേനയിൽ നിന്നും സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും അടിയന്തര നടപടിക്കായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരം ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇത്തരം ഗുണ്ടകളുമായിട്ട് മറ്റൊക്കെ വീട്ടിൽ പോയി സർക്കാരത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഇടതുപക്ഷ സർക്കാർ ഒരിക്കലും വെച്ച് പുറക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ കണക്കോട് അവതരിപ്പിച്ചത്. നാളെ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു ചേർക്കാനിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ഓപ്പറേഷൻ ആകുമായി ബന്ധപ്പെട്ട പോലീസ് സേനയുടെ യോഗം വിളിച്ചു ചേർക്കാനിരിക്കുകയാണ് മുഖ്യമന്ത്രി. ആ സമയത്താണ് ഇങ്ങനെ ഒരു നാണക്കേട് കൂടി ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇയാള് ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെന്റിനെയാണ് കൂടി അവമാനിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ പൊതുവായ ബോധത്തെ പോലും അയാൾ ഇൻസൾട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ. അതൊന്നും ഇയാളെന്ന് ഒരു ശതമാനം പോലും ഒരു ആംഗിളിൽ വെച്ച് പിന്തുണയ്ക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റ് ശക്തമായ നടപടി ഇയാൾക്കെതിരെ എടുക്കും. അത് മറ്റ് ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് താക്കീതായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സേനയിൽ ഇത്തരക്കാർ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. അതിന് യാതൊരു തർക്കം. അതുകൊണ്ടാണ് കേരളം ഈ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തട്ടിട്ട് നോക്കുമ്പോൾ നമ്മുടെ സേന എത്രയോ ഉയരത്തിലാണ്, എത്രയോ നല്ല ഉദ്യോഗസ്ഥരാണ്, വളരെ ഫ്രണ്ട്ലിയാണ് അവരോട് സംസാരിക്കുമ്പോൾ. എത്രയോ ആളുകൾ അത് അനുഭവത്തിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തരം ഉദ്യോഗസ്ഥര് നമ്മുടെ നാടിൽ നിന്ന് നാണക്കേടായി. എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരു അറിയപ്പെടുന്ന ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഗുണ്ടയുടെ വീട്ടിൽ ഈ ഉദ്യോഗസ്ഥൻ ടൂർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സർക്കാരത്തിനായിട്ട് കയറി SI അറിഞ്ഞുകൊണ്ട് ആ SIക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. കാരണം അദ്ദേഹം ഈ ഗുണ്ടയെ പിടിക്കാനായിട്ട് ഈ വിവരം രഹസ്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ആ വീട് വളഞ്ഞ് റെയ്ഡ് ചെയ്തപ്പോൾ ഇയാൾ ബാത്റൂമിൽ കയറി ഒളിച്ച് എത്ര ലജ്ജാകരമായി ആണ് ചെയ്തത്. അയാൾ ഒരിക്കലും അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന അയാളുടെ കീഴിലുള്ള 2 ഉദ്യോഗസ്ഥരെ അയാൾ ബലിയാടാക്കി. വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ അത് എത്ര ശരിയായിരിക്കും, വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ ഇയാൾ നിർബന്ധിച്ച് എന്റെ സുഹൃത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു കൊണ്ടുപോയതാ. അവരും ബലിയാടായി. ഇനി അവരും കുറ്റവാളികളാണെന്ന് ശിക്ഷിക്കണം. അടിയന്തരമായിട്ട് എടുക്കാവുന്ന നടപടി അവർക്കെതിരെ എടുത്തിട്ടുണ്ട്. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. എത്ര ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാലും മാലിന്യങ്ങൾ എവിടെയെല്ലാം അടിഞ്ഞുകൂടുന്ന പോലെ എത്ര ശുചീകരിച്ചാലും നമ്മുടെ എല്ലാ നടപടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം.